ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഇന്ന് നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാൾ ഡെക്കർ ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഞാൻ 1/2 കിലോൻ്റെ ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഈ വൈറ്റ് കളർ പേപ്പർ ഇല്ലേ, അതൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. പിന്നെ നമ്മൾ ഒരു 3D ഫ്ലവറാണ് കേട്ടോ അത് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് റെഡും യെല്ലോയും കളറിലുള്ള 2 കളർ പേപ്പറുകളും എടുത്തിട്ടുണ്ട് കേട്ടോ. കേക്ക് ബോർഡ് നമുക്ക് ഇതേപോലെ പേപ്പറിൽ ഒട്ടിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ കേക്ക് ബോർഡിന് പകരം കാർഡ്ബോർഡ് ആയാലും മതി കേട്ടോ. പിന്നെ നമ്മൾ ബുക്കിന്റെ ചട്ട അങ്ങനത്തെ ഒരു കുറച്ച് കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് 2 സർക്കിൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അതിൽ നിന്ന്. ഇനി നമുക്ക് ഈ കളർ പേപ്പറുകൾ ഇതുപോലെയൊക്കെ ഒന്ന് മടക്കി എടുത്തിട്ട് അതിൽ നിന്ന് ഫ്ലവറിന്റെ പെറ്റൽസ് കട്ട് ചെയ്യാനാണ് കേട്ടോ. ഞാനൊരു ഹാർട്ട് ഷേപ്പാണ് വരച്ചു കൊടുക്കുന്നത്. ഞാനിതേപോലെ ഒരു 3 ഭാഗമായിട്ടാണ് കേട്ടോ ഒന്ന് മടക്കി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു ഹാർട്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു 6 പെറ്റൽ കിട്ടുന്നുണ്ട്. അങ്ങനെ ഞാൻ ആ കട്ട് ചെയ്തേക്കുന്നതിൽ ഒരു 18 പെറ്റൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പക്ഷെ 18 എണ്ണം ആവശ്യമില്ല, 12 എണ്ണം ആവശ്യമുള്ളൂ. ഇതിപ്പോൾ എത്ര എണ്ണം ആവശ്യം വരും എന്ന് നമുക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കൂടുതൽ കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇനി ആ ഹാർഡൊക്കെ ഇതേപോലെ ഒന്ന് പകുതിയായിട്ടൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കാർഡ്ബോർഡ് ഇല്ലേ, അതിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അതിൻ്റെ പകുതി വശം ഒന്ന് പശ തേച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഓരോ പെറ്റൽസ് ആയിട്ട് അതിൻ്റെ ആ കൂർത്ത വശില്ലേ ഹാർട്ടിൻ്റെ, അത് ഈ ഒരു രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അടുത്ത പെറ്റിൽ ആ ഹാർട്ടിൻ്റെ കുറച്ചുള്ളിലേക്ക്, ഒരുപാട് ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ അപ്പുറത്ത് പശ ഉണ്ടല്ലോ, അപ്പോൾ നമുക്കിങ്ങനെ പശ തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ആദ്യം ഒട്ടിയിരിക്കില്ല എന്ന് കരുതിയിട്ടാണ് പശ തേച്ച് കൊടുത്തത്. രണ്ടാമത് ഞാൻ പിന്നെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല കേട്ടോ. അപ്പുറത്തെ പശയിൽ ആ ഓരോ ഹാർട്ടും ഒട്ടിയിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ പകുതി വശം ഒട്ടിച്ചു. അടുത്ത വശത്ത് ഇതുപോലെ പശ തേച്ച് കൊടുത്തിട്ട് അതേ രീതിയിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഞാനേ ഹാർട്ട് മടക്കി കഴിഞ്ഞപ്പോഴേ അത് കറക്റ്റായിട്ട് വന്നില്ല. അപ്പം അതിൻ്റെ ആ പോയിന്റ് ഒന്ന് കറക്റ്റാക്കിയാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ പെറ്റൽ ഒട്ടിക്കുമ്പം അതിൻ്റെ ഇടയിലൊന്ന് പശ തേച്ച് കൊടുത്തോളൂ. കറക്റ്റ് അവിടെ കുറച്ച് ഭാഗമല്ലേ ഉള്ളൂ, അവിടെ അധികം പശ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഒട്ടിക്കുമ്പോൾ എത്രത്തോളം കയറ്റി ഒട്ടിക്കുന്നോ അത്രത്തോളം കൂടുതൽ പെറ്റൽസ് വേണ്ടി വരും. ഇനി ഞാൻ ഈ യെല്ലോ കളർ പേപ്പറിൽ നിന്ന് ഒരു ബട്ടൺസ് വെച്ചിട്ട് ചെറിയൊരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഫ്ലവറിൻ്റെ നടുവിലേക്ക് അത് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമ്മുടെ ഹാർട്ടിന്റെ ആ മുകളിലത്തെ വശില്ലേ, അത് പതുക്കെ ഇങ്ങനെ ഒന്ന് ഉയർത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉള്ളൊരു 3D എഫക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇതാ നോക്ക്, ഇപ്പൊ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ കിട്ടിയില്ലേ നമുക്ക്. ഇനി അതിന്റെ തണ്ട് വേണ്ടേ, അതിനു വേണ്ടി ഞാനൊരു പേപ്പർ സ്ട്രോയില് ഗ്രീൻ കളർ അടിച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഗ്രീൻ കളർ പേപ്പർ ഇങ്ങനെ പേപ്പർ റോൾ ആക്കി എടുത്താലും മതി. ഇനി നമ്മുടെ തണ്ട് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ഫ്ലവറിന്റെ പുറകിലും കുറച്ച് പശ തേച്ച് കൊടുത്തിട്ട് നമുക്ക് അതും കൂടി ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇനി ചെറിയൊരു ഗ്രീൻ കളർ പേപ്പർ എടുക്കുക. അത് ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ട് ചെറിയൊരു ലീഫ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനൊരു ഹാർട്ട് ഷേപ്പിലുള്ളൊരു ലീഫാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ ഒരു പിക്ചർ ഞാൻ ഗൂഗിളിൽ ഫോട്ടോ കണ്ടതാട്ടോ. അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമായി, അതാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഈ ലീഫിന്റെ ഷേപ്പ് ഇങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ അതേ രീതിയിൽ തന്നെയാണ് ഇതും ചെയ്യുന്നത്. ആ കളറും ഒക്കെ സെയിം തന്നെയാണ്. ഇനി നമുക്ക് ആ ലീഫുകൾ ഈ ഇതിന്റെ സൈഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. 2 സൈഡിലായിട്ടും ആ സ്ട്രോയുടെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒട്ടിച്ചു കൊടുത്തു കഴിയുമ്പം കാണാൻ തന്നെ, ഇത് ഒരെണ്ണം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇതേ രീതിയിൽ തന്നെ യെല്ലോയും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ സെന്ററിൽ ബ്രൗൺ കളർ ഡോട്ടാണ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മൾ റെഡ് ചെയ്ത പോലെ തന്നെ യെല്ലോയും ചെയ്തെടുത്തു. അതിനും ലീഫ് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് കയറ്റിയിട്ടാണ് അത് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. ഞാൻ കണ്ട ഫോട്ടോയിൽ ഇല്ലാത്ത കുറച്ച് സംഭവങ്ങളോട് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ബട്ടർഫ്ലൈ മുകളിൽ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഈ ഒരു ലെറ്റർ ഇല്ലേ, അതും ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്ത് വർക്ക് എവിടെ കണ്ട് ചെയ്താലും അതിൽ എൻ്റെതായ രീതിയിൽ ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു സമാധാനം കിട്ടില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിക്കണേ. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതിന്റെ പുറകിൽ ഡബിൾ സൈഡ് ടേപ്പോ എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ചിട്ട് വാളിൽ ഹാങ് ചെയ്തിടാം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.